നാട്ടിക ഫറക്കയിലെ ശ്രീനാരായണപുരം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള 10 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി കേരള വാട്ടർ അതോറിറ്റിക്ക് കർശന നിർദ്ദേശം നൽകി. പൊതുപ്രവർത്തകർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് നടപടി. ദേശീയപാത പട്ടിക്കാട് മേൽപ്പാതയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചു. പാലക്കാട് കല്ലേക്കാട് സ്വദേശി വടക്കേപ്പുര വീട്ടിൽ ചാമി മകൻ സുരേഷ് കുമാറാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പലവട്ടം ജീവൻ നിലനിർത്തിയ ആളൂർ ജംഗ്ഷനിലെ നാട്ടുമാവുകളുടെ ശിഖരങ്ങൾ ഇന്നലെ വീണ്ടും വെട്ടിമാറ്റി. ഹൈക്കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞാണ് അവധി ദിവസത്തിന്റെ മറവിൽ ഇന്നലെ 2 മാവുകളുടെ ഒരു ഭാഗത്തെ ശാഖകൾ വെട്ടിമാറ്റിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നാട്ടിക ഫറക്കയിലെ ശ്രീനാരായണപുരം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള 10 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി കേരള വാട്ടർ അതോറിറ്റിക്ക് കർശന നിർദ്ദേശം നൽകി. ഇടയ്ക്കിടെ പൊട്ടിപ്പോകുന്ന പഴയ പ്രീമോ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാനും കപ്പാസിറ്റി കൂടിയ പുതിയ ജലശുദ്ധീകരണശാല സ്ഥാപിക്കാനും 2015 വാട്ടർ അതോറിറ്റി നടപടികൾ ആരംഭിച്ചു. എങ്കിലും പദ്ധതി മുന്നോട്ട് പോയില്ല. ഈ സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകരായ PA സീതി, PA കരുണാകരൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ 10 പഞ്ചായത്തുകളിൽ ടാങ്കർ ലോറികളിൽ കൂടി വെള്ളമെത്തിക്കാൻ 2025 ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് നൽകിയിരുന്നു. ഇതിനിടയിൽ ഈ മേഖലയിലെ കുടിവെള്ള പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്കും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ കോടതി ഉത്തരവിട്ടു. കോടതി ഇടപെടലോടുകൂടി മുടങ്ങിക്കിടന്ന പദ്ധതികൾക്ക് സർക്കാർ അടിയന്തര പരിഗണന നൽകി. ശ്രീനാരായണപുരം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള പഴയ പൈപ്പുകൾ മാറ്റാൻ സർക്കാർ 47 കോടി രൂപ അനുവദിച്ചതായും നവംബർ മാസത്തോടെ വർക്ക് പൂർത്തിയാക്കുമെന്നും കോടതിയിൽ ഹാജരായ മാനേജിംഗ് ഡയറക്ടർ ഉറപ്പു നൽകിയിരുന്നു. അതോടൊപ്പം വെള്ളം പമ്പ് ചെയ്യുന്ന വെള്ളാനിയിൽ ഉയർന്ന ശേഷിയുള്ള പുതിയ ജലശുദ്ധീകരണശാലയും വൈദ്യുതി കൃത്യമായി ലഭിക്കാൻ സബ്സ്റ്റേഷനും മറ്റും സ്ഥാപിക്കാൻ കിഫ്ബി 110 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടി തുടങ്ങിയെന്നും കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വാട്ടർ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവ നടപ്പാക്കി ഈ മേഖലയിലെ കുടിവെള്ള വിതരണം ഉറപ്പാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് കർശനമായി നിർദ്ദേശിച്ചുകൊണ്ട് ഹർജി തീർപ്പാക്കി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ദേശീയപാത പട്ടിക്കാട് മേൽപ്പാതയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചു. പാലക്കാട് കല്ലേക്കാട് സ്വദേശി വടക്കേപ്പുര വീട്ടിൽ ചാമി മകൻ സുരേഷ് കുമാറാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് കുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പീച്ചി പോലീസും ദേശീയപാത റിക്കവറി വിഭാഗവും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പലവട്ടം ജീവൻ നിലനിർത്തിയ ആളൂർ ജംഗ്ഷനിലെ നാട്ടുമാവുകളുടെ ശിഖരങ്ങൾ ഇന്നലെ വീണ്ടും വെട്ടിമാറ്റി. ഹൈക്കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞാണ് അവധി ദിവസത്തിന്റെ മറവിൽ ഇന്നലെ 2 മാവുകളുടെ ഒരു ഭാഗത്തെ ശാഖകൾ വെട്ടിമാറ്റിയത്. ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് ബാക്കി ശിഖരങ്ങൾ വെട്ടാനായില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് സമീപത്തെ വീട്ടുടമയുടെ പരാതിയിൽ 3 മാവുകളും ലേലം ചെയ്യാൻ PWD അധികൃതർ എത്തിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ലേലം റദ്ദാക്കിയിരുന്നു. പിന്നീട് ഒരു മാവ് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചതും പ്രതിഷേധത്തിനിടയാക്കി. ആളൂർ പഞ്ചായത്ത് BMCയുടെ നേതൃത്വത്തിൽ കോട്ടയത്തെ വൃക്ഷചികിത്സകൻ D. ബിനു മാവിന് ചികിത്സ നൽകിയതിന്റെ ഫലമായി മാവ് പൂർവാധികം ഊർജ്ജസ്വലതയോടെ വളർന്ന് പൂത്ത് നിറയെ മാങ്ങകളുമായി നിൽക്കുകയാണ്. അതോടൊപ്പം സമീപത്തെ മറ്റൊരു മാവിന്റെ കൊമ്പുകളാണ് ഇന്നലെ വെട്ടിമാറ്റിയത്. ആളൂർ വൃക്ഷ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാവിന്റെ ചുവട്ടിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ വൃക്ഷമിത്ര പുരസ്കാര ജേതാവ് VK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുമാവ് സംരക്ഷകനായ M. മോഹൻദാസ് അധ്യക്ഷനായി. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി MS ജയചന്ദ്രൻ, പക്ഷി നിരീക്ഷകൻ KS റാഫി, CV ജോസ്, NO ജോസഫ്, EK ജനാർദ്ദനൻ, SM വിജയകുമാർ, ജോസ് വടക്കൻ എന്നിവർ സംസാരിച്ചു. ഇനിയും മരങ്ങൾ വെട്ടാൻ ശ്രമമുണ്ടായാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. മീഡിയ ടൈം, ആളൂർ. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഈ മാവിനെ എൻ്റെ കൊമ്പുകൾ വെട്ടാനും മാവ് തന്നെ വെട്ടും എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്, വെട്ടാൻ വന്ന ആളുകളും ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ കുറേ കൊമ്പുകൾ വെട്ടിയപ്പോൾ കുറേ കൊമ്പുകൾ അധികം വെട്ടി, എന്നാലും
കൂടുതൽ നാട്ടുകാരൊക്കെ ഇടപെട്ടതുകൊണ്ട് മുഴുവൻ വെട്ടി നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം വീണ്ടും വെട്ടുമെന്നുള്ളൊരു ഭീഷണി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യാതൊരു പ്രശ്നമില്ലാതെ ആർക്കൊരു ഉപദ്രവമില്ലാതെ നല്ല രീതിയിൽ തഴച്ചു വളർന്ന് തണൽ വിരിച്ച് നിൽക്കുന്ന ഈ മാവുകൾ വെട്ടി നശിപ്പിക്കുന്നത് ആരുടെയൊക്കെയോ വ്യക്തിപരമായ താല്പര്യം മാത്രമാണ് അതിനകത്തുള്ളത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ വേനലവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരം മാർച്ച് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസം മുതൽ മെയ് മാസം വരെ കുട്ടികൾക്ക് വേനലവധി അനുവദിച്ചിട്ടുള്ളതാണ്. ഇത് കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ടെന്നും ചട്ടവിരുദ്ധമായി ക്ലാസുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂട് കണക്കിലെടുത്ത് തൊഴിലാളികൾക്കുൾപ്പെടെ സർക്കാർ പുതുക്കിയ തൊഴിൽ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നത് അവരുടെ മൗലികാവകാശങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമാണ്. കഠിനമായ ചൂടിൽ സ്കൂളുകളിലെ പഠനാന്തരീക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ബാലാവകാശ കമ്മീഷന്റെയും കോടതികളുടെയും മുൻ ഉത്തരവുകൾ പ്രകാരം കുട്ടികളുടെ അവധിക്കാലം തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പുറമെ CBSE, ICSE തുടങ്ങി എല്ലാ സ്ട്രീമുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളും ഈ നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അവധിക്കാല ക്ലാസുകൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ യാതൊരു കാരണവശാലും സ്പെഷ്യൽ ക്ലാസുകൾ അനുവദിക്കില്ലെന്നും ഇത് ലംഘിക്കുന്ന വിദ്യാലയങ്ങളെ നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരക്കൊടി ഉയർത്തുന്ന നായ്ക്കനാലിലെ കാലപ്പഴക്കം ചെന്ന ആൽമരം മുറിച്ചു നീക്കി. ചിതലരിച്ചു പോയ മരം അപകടാവസ്ഥയിലായിരുന്നു. ഇതിനെ പുനർജീവിപ്പിക്കാനാകില്ലെന്ന് വനംവകുപ്പ് അറിയിച്ചതോടെയാണ് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത്. പകരം പുതിയൊരു ആൽ നട്ട് അതിന്മേലാണ് പൂരപതാക സ്ഥാപിക്കുക. കഴിഞ്ഞ വർഷം ആലിന്റെ കൊമ്പ് പൊട്ടിവീണ് വാച്ച്മാന് ഗുരുതര പരിക്കേറ്റിരുന്നു. പിന്നീട് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ആലിന്റെ ചില്ലുകളെല്ലാം വെട്ടിക്കളഞ്ഞിരുന്നു. വടക്കുനാഥൻ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരി അനുജ്ഞ പ്രാർത്ഥന നടത്തി. അനുവാദം വാങ്ങിയാണ് ആൽമരം മുറിച്ചു തുടങ്ങിയത്. അടുത്തുതന്നെ പുതിയ ആൽമര തൈ നടും. പ്രവർത്തനങ്ങൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് അനുമതിയോടെ തിരുവമ്പാടി ദേവസ്വമാണ് നേതൃത്വം നൽകുന്നത്. പാറമടയിൽ കുടുങ്ങിയ ആടുകൾക്ക് രക്ഷകരായി ഫയർഫോഴ്സ്. ചാലക്കുടി ചട്ടിക്കുളം JRT ക്രഷർ എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള 80 അടിയോളം ആഴമുള്ള പാറമടയിലാണ് 9 ആടുകൾ കുടുങ്ങിയത്. പാറമടയിൽ 40 അടിയോളം വെള്ളമുണ്ടായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് പാറമടയിലേക്ക് ലാഡർ ഉപയോഗിച്ച് ഇറങ്ങാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. തുടർന്ന് റോപ്പിൽ ചെയർനോട്ടിന്റെ സഹായത്തോടെ ഇറങ്ങി റോപ്പ് നെറ്റ് ഇറക്കി കൊടുത്ത് ആടുകളെ പുറത്തെത്തിക്കുകയായിരുന്നു. പുല്ലു തിന്നുന്നതിനിടെ ആട്ടിൻകൂട്ടം പാറമടയിലേക്ക് വീണതായിരിക്കാമെന്നാണ് നിഗമനം. ഒരാട് വീണപ്പോഴേ ചത്തിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KR രമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസ്, സേനാംഗങ്ങളായ ശ്യാം മോഹൻ, റെജി S വാര്യർ, C ജയകൃഷ്ണൻ, VN അരുൺ, PS മിഥുൻ, ഹോംഗാർഡ് KK അബൂബക്കർ എന്നിവരുമുണ്ടായിരുന്നു. പടിഞ്ഞാറെ ചാലക്കുടി പറമ്പിക്കാട്ടിൽ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ടു മഹോത്സവം ഏപ്രിൽ 17, 18, 19 തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഭജനാമൃതം, മൃദംഗമേള, കാളകളി, തെയ്യം, മുടിയാട്ടം, വിളംബര ഘോഷയാത്ര, കൈകൊട്ടിക്കളി, വൈദേഹി സുരേഷിന്റെ സോപാന ഗീതാഞ്ജലി എന്നിവയാണ് പ്രധാന പരിപാടികൾ. ശനിയാഴ്ച രാത്രി 8 മണി മുതൽ ഞായറാഴ്ച വൈകിട്ട് 7 മണി വരെ 8 കളങ്ങൾ അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സിൽജോ വിജയൻ, ഷിബു കാരക്കുളത്തുനാട്, PK മണിക്കുട്ടൻ, അരുൺ, രവി, അഭിലാഷ്, രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി TM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വത്തിൽ കൊടികയറ്റം കർമ്മം നിർവഹിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി ദീപാരാധന, ഭജന, തിരുവാതിരക്കളി, ഭക്തിഗാനം, നൃത്യങ്ങൾ എന്നിവ നടന്നു. ഈ മാസം 14 വരെ നടക്കുന്ന ഉത്സവാഘോഷ പരിപാടികൾക്ക് ദേവസ്വം ഓഫീസർ സുധീർ മേൽപ്പാട്ട്, ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KS സുനി, വൈസ് പ്രസിഡന്റ് KS ശിവറാം, NP ഉണ്ണികൃഷ്ണൻ, KK ദേവി, MC ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകും. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. 10,000 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഇതിനു കൊടുക്കും KSRTC സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി KSRTC പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് KSRTC പെൻഷൻകാരെ സംബന്ധിച്ചും പെൻഷൻ കൃത്യമായി കൊടുക്കുന്നുണ്ട്. പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി വി തിലകൻ അധ്യക്ഷത വഹിച്ചു. ടി ബി രവി, ടി എച്ച് വിശ്വംഭരൻ, എം ബാലസുബ്രഹ്മണ്യൻ, സി എം ഗംഗൻ, പി സി രവി, എൻ കെ വേലായുധൻ എന്നിവർ സംസാരിച്ചു. പുത്തൻചിറ പിണ്ടാണി സെന്റ് പോൾ കുരിശുപള്ളിയുടെ കൂദാശ കർമ്മം നടന്നു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർപ്പോളി കണ്ണൂക്കാടൻ കൂദാശ കർമ്മം നിർവഹിച്ചു. ദേവാലയ വികാരി ബിനോയ് പൊഴലിപ്പറമ്പിൽ, ഫാദർ ജോസ് മാളിയേക്കൽ, ഫാദർ വിൽസൺ ഈരത്തറ, ഫാദർ ആൻറ്റു ആലപ്പാടൻ, ഫാദർ ബിനോയ് പൊഴലിപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അലൻ തെക്കുംപുറം, വാർഡ് മെമ്പർ പി സി ബാബു, ദേവസി ചെറിയത്ത്, ആന്റണി ചെറിയത്ത്, വി എ ജോയ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക ഫറക്കയിലെ ശ്രീനാരായണപുരം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള 10 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി കേരള വാട്ടർ അതോറിറ്റിക്ക് കർശന നിർദ്ദേശം നൽകി. പൊതുപ്രവർത്തകർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് നടപടി. ദേശീയപാത പട്ടിക്കാട് മേൽപ്പാതയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചു. പാലക്കാട് കല്ലേക്കാട് സ്വദേശി വടക്കേപ്പുര വീട്ടിൽ ചാമി മകൻ സുരേഷ് കുമാറാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പലവട്ടം ജീവൻ നിലനിർത്തിയ ആളൂർ ജംഗ്ഷനിലെ നാട്ടുമാവുകളുടെ ശിഖരങ്ങൾ ഇന്നലെ വീണ്ടും വെട്ടിമാറ്റി. ഹൈക്കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞാണ് അവധി ദിവസത്തിന്റെ മറവിൽ ഇന്നലെ 2 മാവുകളുടെ ഒരു ഭാഗത്തെ ശാഖകൾ വെട്ടിമാറ്റിയത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.